യശ്വന്ത് ഗോഖലെ അദ്ദേഹത്തെ പറ്റി അറിയാത്തവരാരും ഇപ്പോൾ കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. കാരണം നിർമ്മാതാക്കളുടെ പേടി സ്വപ്നം തന്നെയാണ് പുള്ളി. അദ്ദേഹം ഒരുപാട് റിവ്യൂസ് ചെയ്യുന്നുണ്ട്, പല നിർമ്മാതാക്കളുടെയും ഉറക്കം കെടുത്തിയിട്ടുമുണ്ട്. നിർമ്മാതാക്കളുടെയും സിനിമ ആക്ടേഴ്സിൻ്റെയൊക്കെ ഉറക്കം കെടുത്തിയിട്ടുള്ള ഒരു ഫിലിം റിവ്യൂവറാണ് യശ്വന്ത് ഗോഖലെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർമ്മാതാക്കൾ ഭയപ്പെടുന്ന രണ്ട് പേരേ ഉള്ളൂ, ഒന്ന് യശ്വന്ത് ഗോഖും ഒന്ന് ഉണ്ണി വ്ളോഗ്സും. ഉണ്ണി വ്ളോഗ്സിനെ അതേ അറിയാവുന്നതല്ല, സക്കറിയായുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സംവിധായകൻ വിളിച്ച തെറി പറയുന്നതൊക്കെ നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് യശ്വന്ത് ഗോഖിനെതിരെ ഒരു പരാതി ഇപ്പോൾ ഫിലിം ചേംബറിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ മാധവ് സുരേഷും പിന്നെ വേറെ ഏതൊരു താടി വെച്ച ഏതൊരു പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു, അവർ യശ്വന്ത് ഗോഖിനെ പറ്റി പറയുകയും, അതായത് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് ഫിലിം റിവ്യൂ നന്നായി പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിന് മറുപടി എന്നോണം അദ്ദേഹം യശ്വന്ത് ഗോഖ് തൻ്റെ ചാനലിൽ വന്ന് രണ്ടാം അടിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യശ്വന്ത് ഗോഖിന് ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു സബ്സ്ക്രൈബറും ആരാധകനും കൂടിയാണ് ഞാൻ. അപ്പോൾ പുള്ളി ഇടയ്ക്കത് വന്ന് പറഞ്ഞ രീതി അത്ര ശരിയായില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഇന്ന് വന്ന് കള്ളു കുടിച്ചിട്ട് വന്നിട്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് മാധവ് സുരേഷിനെ, നിർമ്മാതാവിനെ കണ്ട വായി തോന്നിയതുപോലെയൊക്കെ വിളിച്ചു പറയുന്ന രീതി. ഇതിനെതിരെ ഈ സംഭവം കൂടി ആയപ്പോൾ തന്നെ ഫിലിം ചേംബർ യശ്വന്ത് ഗോഖിനെതിരെ പരാതി വന്നു. അതിൻ്റെ ഒരു ചെയർമാൻ, ഫിലിം ചേംബറിലെ ഒരു ചെയർമാൻ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി പ്രതികരിക്കാം. മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നുണ്ട്. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്നത് പുള്ളി ഉപയോഗിക്കുന്ന വാക്കുകൾ, എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ സംഭവമൊന്നുമില്ല. എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ധ്യാൻ ശ്രീനിവാസിൻ്റെ മകൻ, അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ യശ്വന്ത് ഗോഖിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ആരും അബൌവ് ദ ലോയോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൽ നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ ഓൺ ബിഹാഫ് ഓഫ് അവർ പരാതി ഇൻഡിവിജ്വലി ഇവിടെ തന്നിട്ട് തന്നെയാണ് മെയിനായിട്ട് കാരണം. അദ്ദേഹം സുരേഷ് ഗോപിയുടെ മോനെ എന്ന് വിളിക്കുന്നത് വലിയൊരു തെറ്റായിട്ടാണ്. പിന്നെ അദ്ദേഹത്തിനെ സുരേഷ് ഗോപിയുടെ മോനല്ലാതെ പിന്നെ എല്ലാവരും മോനെന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം യശ്വന്ത് ഗോഖിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്ക് ഒരു സപ്പോർട്ട് കുറവുണ്ട്. കാരണം ആരോടും ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മാന്യമായിട്ട് വീഡിയോ രീതിയിൽ പറയാനാണ്. ഒരു കള്ളുകുടിപ്പാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ വന്നിരുന്നത് വളരെ മോശമായി. കാരണം നമ്മളിപ്പോൾ കള്ളു കുടിച്ചിട്ട് ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുമ്മാ മീറ്റിങ്ങിൽ നിന്ന് തെറിവറച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നുണ്ട്? കള്ളുകുടിയോട് അയാൾ എന്നെ കിടന്ന് കാണിക്കുന്ന ഒരു വെറുപ്പുമയമായിട്ടുള്ളൊരു പെരുമാറ്റം പോലെ നമുക്ക് തോന്നുന്നു. അത് തന്നെയാണ് യശ്വന്ത് ഗോഖിൻ്റെ ആ വീഡിയോയിലും നമുക്കൊന്നും തോന്നുന്നത്. കാരണം കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ആ രീതികൾ, അത് പുള്ളി ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് പുള്ളി സാധാരണ കുടിയന്മാർ പുറത്തിറങ്ങി സോഷ്യൽ മീഡിയ ഒന്നും ഓണാക്കാൻ ചുമ്മാ പച്ചക്കറി വിളിച്ചു. അപ്പോൾ പുള്ളിയാണ് ഈ ക്യാമറ ഓണാക്കി വെച്ച് കള്ളു കുടിച്ച് വന്നിട്ട് രീതികളൊക്കെ പറഞ്ഞു. അത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് യശ്വന്ത് ഗോഖ് ചെയ്തത്. ആ ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ടാണ്. കാരണം ഇപ്പോൾ ഇവരുടെയൊക്കെ പലരും പരാതി എന്ന് പറഞ്ഞാൽ യശ്വന്ത് പടം പരാജയപ്പെടുന്നതെന്നാണ്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യശ്വന്ത് ഗോഖിൻ്റെ ഒരാളുടെ റിവ്യൂ കൊണ്ടല്ല ഇവിടെ സിനിമകൾ ഓടുന്നതും ഓടാതിരിക്കുന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ ഓടാതിരിക്കുന്നതൊക്കെ അതവരുടെ സിനിമയുടെ അവർ ചെലുത്തിയ സ്വാധീനം, തിരക്കഥ, അഭിനയം അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകാതിരിക്കുന്നതും അതായത് പരാജയപ്പെടുന്നതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
പക്ഷെ എന്നിരുന്നിട്ട് പോലും എപ്പോഴും ഈ ചിലർക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. ഈ അശ്വന്തോക്ക് കാരണം സിനിമ പൊട്ടിപ്പോകും, നെഗറ്റീവ് റിവ്യൂ കാരണം. നല്ല രീതിയിൽ പടം പിടിച്ചു കഴിഞ്ഞാൽ എത്ര അശ്വന്തോക്ക് 100 അശ്വന്തോക്കുമാർ വന്നു കഴിഞ്ഞാലും പടത്തിനൊന്നും സംഭവിക്കില്ല. അത് നമ്മുടെ ഒരു കൈകളിലാണ്. നമുക്കിപ്പോൾ ഒരു സിനിമ ഇറക്കിയാൽ നമ്മൾ എന്തെങ്കിലും സിനിമയെന്നല്ല എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇറക്കി ഒരുപാട് പ്രതിസന്ധികൾ കാണും. നമ്മളൊക്കെ അത് ജീവിച്ചു പോകണം. ഇപ്പോൾ കാലം മാറി. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കൂട്ടുകാരനോട് എല്ലാവരോടും ചോദിക്കാം പടം എങ്ങനെയുണ്ട്, എടാ കൊള്ളില്ലാത്ത പടം, ഓട്ടോമാറ്റിക്കലി നീ സിനിമ പോയി കാണണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശരിയാ, വെറുതെ പൈസ കൊടുത്ത് കാണണ്ട, ആ ഒരു മൈൻഡായിരുന്നു നമ്മളുണ്ടായിരുന്നത് പണ്ട്. സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ റിവ്യൂസിൻ്റെ രീതി കണ്ടു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ സിനിമയ്ക്ക് കയറാതായി എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ സിനിമയെ മലയാള സിനിമയെ അത് ബാധിക്കുമോ? ഇല്ല. പക്ഷെ ഇവരുടെയൊക്കെ ഈ വിചാരം ഈ ഏതോ ഒരു തുക്കള നിർമ്മാതാക്കളൊക്കെ ആയിരിക്കും. അതാണ് എന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ നമുക്ക് നിർമ്മാതാക്കളുടെ അവസ്ഥ മനസ്സിലാക്കാം. അതൊക്കെ സിനിമാ നിർമ്മാണത്തിലേക്ക് എറിയുമ്പോൾ സിനിമ എന്ത് രീതിയിൽ വിജയിക്കും എന്നുള്ളത്, അതെങ്ങനെ കൊടുക്കുന്നതിനുള്ള സിനിമ ഓടും എന്നുള്ളതൊക്കെ അത് നിർമ്മാതാക്കൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം നിർമ്മാതാക്കൾ ശരിക്കും അത് നോക്കിയിട്ട് വേണം. അല്ലാതെ അശ്വന്തോക്കിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അശ്വന്തോക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടി തോറ്റിയ അമ്മയോടെന്ന് പോലെയാണ് അശ്വന്തോക്കിനോട് മിക്ക നിർമ്മാതാക്കളും സിനിമ ആക്ടേഴ്സും ഒക്കെ പെരുമാറും. കാരണം അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറയുന്നു. ഇപ്പം മോഹൻലാലിൻ്റെ അഭിനയം, മോഹൻലാലേട്ടൻ്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിക്കുന്നു എന്നൊന്നും ഇല്ലായിരിക്കും പറയണത്. ഇപ്പോൾ ആ മോഹൻലാലിൻ്റെ ആ സിനിമ കൂടുതലാണ്, അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അങ്ങനെ സോഷ്യൽ മീഡിയ അല്ലാതെ ആൾക്കാരും പറയുന്നവരുണ്ട് ഇല്ലേ. അത് തന്നെയൊക്കെ പുള്ളി അങ്ങനെ പറയുന്നത്. പുള്ളിയുടെ ടോൺ അതാണ്. ചിലപ്പോൾ പുള്ളിയുടെ റിവ്യൂ ഇട്ട് ചിരിക്കും പറയാത്തവർ ഒരുപാട് ചിരിച്ച് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് ഈ ഇപ്പം കാണിച്ചത് അത്ര എനിക്ക് യോജിപ്പായിട്ട് തോന്നുന്നില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ പുകഴ്ത്തി പറഞ്ഞു, അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഉണ്ട്. അതിന് ധ്യാൻ ശ്രീനിവാസൻ്റെ പുകഴ്ത്തി പറയുന്നതോടൊപ്പം അതിൻ്റെ അച്ഛനെയും പറയുന്നത് ലെജൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാധവ് സുരേഷിനെ തള്ളി പറയുമ്പോൾ സുരേഷ് ഗോപി ലെജൻഡ് അല്ലേ? തീർച്ചയായിട്ടും സുരേഷ് ഗോപി ലെജൻഡ് തന്നെയാണ്. അദ്ദേഹത്തിന് ആക്ഷൻ ഹീറോ എന്നുള്ള പട്ടം ഇല്ലാതെ നല്ല അഭിനയ പ്രതിഭ തന്നെയാണ്. ഏകദേശം മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കടപിടിക്കുന്ന അഭിനയങ്ങൾ തന്നെയാണ്. അതൊന്ന് ഉദാഹരണത്തിന് പറഞ്ഞ കളിയാട്ടം, അതുപോലെ തന്നെ ഊഴം എന്ന് പറഞ്ഞ പടമുണ്ട്, പൊന്നിച്ചാമി, അങ്ങനെ എണ്ണം പറഞ്ഞ ചില സിനിമകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അദ്ദേഹം അഭിനയിച്ച് വരുത്തിയാണ്. പക്ഷെ ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഉള്ളൊരു റോളുകളൊക്കെ ആയിപ്പോയി. പുള്ളി ആ വഴി ട്രാക്ക് മാറിപ്പോയി. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി, അറിയാലോ. അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ്. പിന്നെയാണെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് വെച്ച് മാധവ് സുരേഷ് അതുപോലെ തന്നെയാണെന്നുണ്ട്, ഇല്ല. എല്ലാവരുടെ പെരുമാറ്റ രീതിയും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇത് 1,00,000 രൂപ മേടിച്ചു എന്നുള്ളത് അതും എനിക്കൊരു കള്ളമായിട്ട് തോന്നുന്നു. കാരണം പുള്ളിയുടെ ഒരു ചാനൽ വ്യൂ എത്രയാണെന്ന് അറിയാം, ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണെന്നറിയാം, സബ്സ്ക്രൈബേഴ്സും ഉണ്ടെന്നറിയാം. പുള്ളിക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ 1,00,000 രൂപയ്ക്ക് വേണ്ടി പുള്ളി അത് മാറ്റി പറയുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം വിട്ടപ്പോൾ കള്ളു കുടിച്ച് കാണിച്ചത് വളരെ വളരെ മോശമായിപ്പോയി. അത് വളരെ വളരെ ഒരു മോശമായിരുന്നു. ഒരു കള്ളുകൂടിയും കിടന്ന് കാണിക്കേണ്ട രീതിയാണ്. അതൊന്ന് വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് പബ്ലിക്കായിട്ട് പോയില്ല. അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇന്ന് ക്യാമറ വേണമെങ്കിൽ വെച്ച് ചീത്ത വിളിക്കുക, അതൊക്കെ ഒരു മൂന്നാം ക്ലാസ് സംസ്കാരമായിപ്പോയി. തീർച്ചയായും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ശക്തമായിട്ട് അദ്ദേഹം അഡ്വക്കേറ്റിനെ വെക്കണമെന്ന് അശ്വന്ത് പറയുന്നുണ്ട്. അഡ്വക്കേറ്റിനെ അങ്ങനെയുള്ള അശ്വന്ത് ഇപ്പം അങ്ങനെ അഡ്വക്കേറ്റിനെ വെച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷെ പുള്ളി എന്ത് ചെയ്യും? പുള്ളി കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ചീത്തയും പറഞ്ഞ് മാധവ് സുരേഷിനെ, അതൊക്കെ തീർച്ചയായിട്ടും പുള്ളിയുടെ സുരേഷ് ഗോപിനെയും വെച്ച് മാധവ് സുരേഷിൻ്റെ ആക്ടിങ് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. പുള്ളിയുടെ അനാഥരാണ് ഞങ്ങൾ ഗുണ്ടകളല്ല, അങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്ന പുള്ളി ട്രോള് വാങ്ങിയാണ്. പുള്ളി ശരിക്കും പഠിച്ചു വരാനുണ്ട്. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് പഠിച്ചിരുന്ന സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുക. ഉപ്പോളം വരില്ല ഉപ്പിലിട്ട്, അപ്പനോളം വരില്ല മക്കൾ. അത് ഈ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, പിന്നെ ശ്രീനിവാസൻ, ഒരുപാട് പേരുടെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരുടെയൊക്കെ അത്രയും വെക്കുന്ന അഭിനയ പ്രതിഭ ഈ പിന്തുടരും, അതായത് ഈ മക്കൾക്കൊന്നും ഉണ്ടാകണമെന്ന് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ദുൽഖർ സൽമാനൊക്കെ അന്യഭാഷ സിനിമകളിലൊക്കെ പിടിക്കുന്നത്. അത്ര കാര്യമായിട്ട് വലിയ മോഹം ഉണ്ടാക്കി ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കില്ല.
എന്നിരുന്നാൽ പോലും അത് വിഷയം തന്നെ മാറില്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും അശ്വന്ത് കോക്ക് കാണിച്ചത് വളരെ മോശമായിട്ടുള്ളൊരു ആ ഒരു കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടുണ്ട്. കാരണം അശ്വന്ത് കോക്കിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചിലരത് മാസാണ് രീതിയൊക്കെയാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ആ പെരുമാറേണ്ട രീതി അങ്ങനെയായിരുന്നില്ല. കാരണം അയാൾക്ക് നിയമപരമായിട്ട് മുന്നേറാണ്ട് ഒരു കാര്യത്തിന്. ഇപ്പം ഇവർക്ക് തന്നെ കൂടുതൽ അശ്വന്ത് കോക്കിൻ്റെ പണി കൊടുക്കാനുള്ള അവസരങ്ങൾ സ്വന്തം കുഴി തുഴയുന്നു കൊണ്ടുവന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് അശ്വന്ത് കോക്ക് ഇപ്പം ഈ കള്ളു കുടിച്ചിടന്ന് കാണിച്ചത് തന്നെ. എന്നിരുന്നാൽ പോലും റിവ്യൂവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിർമ്മാതാക്കളൊക്കെ വെറും എന്താ പറയുക, പറയുകയാണെങ്കിൽ നിർമ്മാതാക്കളൊക്കെ ലീഡ് ചേമ്പറൊക്കെ വെറും വാഴകളാണെന്നുള്ളത്, ഒരു ധൈര്യമില്ലാത്ത ആളുകളാണ്. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എത്ര റിവ്യൂവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമ നല്ല തിരക്കഥയുണ്ടോ, നല്ല അഭിനേതാക്കളുണ്ടോ, പടം ഹിറ്റായിരിക്കും. എത്ര അത് അതിൻ്റെ പേട്രിയറ്റും വാഴ 2 അതെന്താ പ്രത്യേകത? ഈ ടിക്ടോക്കിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് ആ പടം കയറി ഹിറ്റാക്കിയത്. അതുപോലെ പേട്രിയറ്റ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, മോഹൻലാൽ ഉണ്ട്, കുഞ്ചാക്കോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. ഇത്രയും പേരുണ്ടായിരുന്ന പടം വലിയ ഹിറ്റായോ? ഇപ്പോൾ കേൾക്കാനൊക്കെ പോലുമില്ല. ഭയങ്കര വീഡിയോ കോളൊക്കെ ആയിരുന്നു. എന്താ പറ്റി? അപ്പോൾ അവിടെ താരമൂല്യമൊന്നുമല്ല, ശക്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പടയത്താണെങ്കിൽ നല്ലതായിട്ട് വിജയിക്കും. അത് സൂപ്പർ സ്റ്റാറൊന്നുമില്ല, അല്ലാതെ ഒന്നുമില്ല, അതുപോലെ അശ്വന്ത് കോക്കൊന്നുമില്ല, ഒന്നുമില്ല. അത് സിനിമ കണ്ടിട്ടുള്ള സാധാരണ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് പുള്ളിയും പറയുന്നത്. അപ്പം എനിക്കൊരു സിനിമ കണ്ട് 10 പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മളായിരുന്നില്ല, ആരായിരുന്നു. അതിരുന്നിട്ട് പോലും എന്നിട്ടാണ് അതിൻ്റെ പേരിൽ പറഞ്ഞാണ് ഇവർ കേസ് കൊടുക്കാനൊക്കെ പോകുന്നത്. വ്യക്തമായിട്ട് ഇങ്ങനെയൊന്നുമല്ല പറയും. നല്ല നല്ല പടങ്ങൾ പിടിച്ചിരുന്ന പുള്ളിയെ കൊണ്ട് നല്ലത് തന്നെ പറയുന്നത്. ജാൻ ശ്രീനിവാസൻ്റെ ഒരുപാട് പടങ്ങൾ പുള്ളി റിവ്യൂ ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു മൈൻഡിൽ തന്നെ അത് നേരിട്ട് ഇൻ്റർവ്യൂവിലും തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലതാണെങ്കിൽ നല്ലത് പറയും. അത് അജു വർഗീസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവർക്ക് മാത്രമേ ഇത് ധൈര്യം ഇല്ലാണ്ടായി. എന്നിരുന്നാൽ പോലും അശ്വന്ത് കോക്കിന് കാണിച്ചതും വളരെ ഇച്ചിരി മോശമായ കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ അശ്വന്ത് കോക്കിനെ പേടിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്കൊരു നാശത്തിൻ്റേതായിട്ട് ഒരു വക്കിലേക്ക് പോകുന്ന വളരെ സാധ്യത കൂടുതലാണ്.